നമസ്കാരം, ഞാൻ നുസ്രത്ത് ജഹാൻ. ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മുടെ ഭഗവത്ഗീത ഒരു ശുദ്ധ പരാജയമാണെന്നോ, അദ്ദേഹത്തിന് കണ്ണ് തുറപ്പിച്ചത് ഇസ്ലാമിലെ ഖുർആനാണെന്നും പറഞ്ഞു. ഖുർആൻ കണ്ണ് തുറപ്പിക്കും, ബൈബിള് കണ്ണ് തുറപ്പിക്കും, തോറ കണ്ണ് തുറപ്പിക്കും, ഭഗവത്ഗീത കണ്ണു ഉറപ്പിക്കും, ഭേദങ്ങൾ. അതാണ് നമ്മൾ പറയേണ്ടത്. ശരിക്കുള്ളൊരു ജ്ഞാനീൻ്റെ അടുത്തുനിന്ന് കിട്ടേണ്ട മെസ്സേജ് അങ്ങനെയാണ്. എഴുത്തുകാരനൊക്കെ ആണെന്ന് പറഞ്ഞു കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഇത് എന്തുദ്ദേശിച്ചാണോ അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ചാപ്റ്ററിലെ 8ാമത്തെ വേഴ്സ് എടുത്ത് വായിച്ചു നോക്കുക. തളർന്നിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ എത്ര യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ട് യുദ്ധത്തിന് പുറപ്പെടാതെ തളർന്നിരുന്ന് കുറെ കാരണങ്ങൾ പറഞ്ഞ്, യുദ്ധം വേണ്ടാന്നുള്ളതിന്റെ കാരണങ്ങൾ പറഞ്ഞ് തളർന്നിരിക്കുന്ന അർജുനനെ കാണുമ്പോൾ ധൃതരാഷ്ട്രരോട് സഞ്ജയൻ ആരാന്നറിയാലോ, ആകെ ആ യുദ്ധത്തിന്റെ കമന്ററി പോലെ ധൃതരാഷ്ട്രർക്ക് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വെച്ച ഒരാളാണ്. കാരണം ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണൂല. സഞ്ജയനാണെങ്കിൽ വ്യാസമഹർഷീന്റെ അനുഗ്രഹം കിട്ടിയാണ്. എന്തും ഒരു ജ്ഞാനം ഉണ്ടാവും, ആ സ്ഥലത്തില്ലെങ്കിലും എല്ലാം കാണാനുള്ള ഒരു വരം കിട്ടിയ ഒരാളാണ് സഞ്ജയൻ. ആ സഞ്ജയൻ കമന്ററി പോലെ ഇന്നത്തെ കാലത്ത് എല്ലാത്തിലും ശാസ്ത്രം അതിലുണ്ട്. വേദ ആൻഡ് ആർഷഭാരതം ഇസ് സയന്റിഫിക്കൽ എന്ന് പറയുന്ന അതാ. ഒരു കമന്ററി പറയുന്ന സ്റ്റൈലിലാണ് കാണാതെ ധൃതരാഷ്ട്രർക്ക്, കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രർക്ക് അത് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ ധൃതരാഷ്ട്ര പറയാ, ഇനിയിപ്പോ യുദ്ധം ജയിക്കാൻ എന്റെ മക്കൾക്ക് സുഖാണല്ലോ, അർജുനൻ യുദ്ധം ചെയ്യില്ല, അവൻ നല്ലവനാണ്, അപ്പൊ യുദ്ധത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ എന്താ, ഈ രാജ്യം മക്കൾക്ക് തന്നെ കിട്ടും. ഇയാളുടെ ആർത്തി കാരണമാണല്ലോ ഈ യുദ്ധം ഒഴിവാക്കാൻ ഈ ഒരു സമയത്ത് എല്ലാരും ധൃതരാഷ്ട്രനെ സമീപിച്ചപ്പോൾ പോലും ധൃതരാഷ്ട്രർ അതിന് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസ് ചെയ്ത് ഒരു തുണ്ടുഭൂമി പോലും പാണ്ഡവർക്ക് കൊടുക്കാൻ റെഡിയല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ മഹാഭാരത യുദ്ധം നടന്നത്. ധർമ്മത്തിന് ജയിക്കണമെങ്കിൽ അധർമ്മം ചെയ്യുന്ന തെറ്റില്ല എന്നുള്ളത് പറയുന്നതാ. കാരണം നമ്മൾക്ക് ദോഷമാവുന്ന കാര്യം ഒരു രാഷ്ട്രത്തിന്, ജനങ്ങൾക്ക്, മൊത്തം ജനങ്ങൾക്ക്, അതന്നെയാണ് രാമനും ഒക്കെ. രാജ്യധർമ്മം എന്നുള്ളതിലാണ് എപ്പോഴും ക്ഷത്രിയരുണ്ടായിരുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കല്ല, അതാണ് ഇന്നും അതന്നെയാണ്. ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ക്ഷേമമായിരിക്കണം വലുത്. അപ്പൊ പാണ്ഡവന്മാർ ഇതെല്ലാം കണ്ട് സഹിച്ചാണ് യുദ്ധം ചെയ്യാൻ പോണതും കൃഷ്ണൻ ചെയ്യാൻ പറയുമ്പോൾ ഈ കൃഷ്ണന്റെ മുമ്പിൽ തളർന്നിരിക്കണ അർജുനനെ കണ്ട് സന്തോഷിക്കുന്ന ധൃതരാഷ്ട്രന്റെ ആണ് അവിടുത്തെ അഹങ്കാരത്തിനെയാണ് അവിടെ കാണിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ആർക്കും ഒരു കോംപ്രമൈസ് ഇല്ലാതെ വീണ്ടും രാജ്യം കിട്ടുക. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ സഞ്ജയൻ പറഞ്ഞ അതേ വാക്കുകൾ ധൃതരാഷ്ട്രർ, യുദ്ധക്കളത്തിലുള്ളത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യുദ്ധമാണ് ഈ ഒരു മഹാഭാരത യുദ്ധം എന്ന് പറയുന്ന യുദ്ധം. അതായിരിക്കുന്നു വിജയം ഉറപ്പായിട്ടും പാണ്ഡവപക്ഷത്ത് തന്നെ ആയിരിക്കും. അതിനുവേണ്ടി സന്തോഷിക്കേണ്ട, നിങ്ങളെ മക്കൾ അതിന് മാത്രമുള്ള ഗുണങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പൊ അത് തന്നെയാണ് പറയാനുള്ളത്. ഭാരതത്തിന്റെ 24 ഇലക്ഷൻ വെച്ചാണ് ഭഗവത്ഗീതനെ പോലും ആക്ഷേപിക്കുന്നതെങ്കിൽ ആക്ഷേപിക്കാന് സാക്ഷാൽ നരേന്ദ്രമോദി ദ്വാരക വരെ വെള്ളത്തിനടിയിൽ പോയി തൊഴുതു വന്ന സാക്ഷാൽ ദൈവത്തിന്റെ ഒരു അവതാരം. കാലാകാലങ്ങളിൽ അവതാരങ്ങൾ ജനിക്കുന്നുള്ളത് എല്ലാ മതത്തിലും പറഞ്ഞിട്ട്, ഖുർആനിലും പറയണ്ടേ, കാലാകാലങ്ങളിൽ സൂഫി ഭാര്യന്മാരും അമ്പിയാക്കളും സാബിമാരും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് വേദത്തിലും പറഞ്ഞത്, ശ്രീഷന്മാരും ഗുരുക്കന്മാരും കാലാകാലം ധർമ്മം ഇല്ലാതാവുമ്പോൾ അവിടെ വരും. യഥായ ധർമ്മസ്ഥേ, ആ ഒരു വാക്ക് തുടങ്ങുന്നത് അതല്ലേ. അപ്പോ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവതാരങ്ങൾ വരുന്നു. ആ നരേന്ദ്രമോദിയാണ് ഇന്ത്യയെ നയിക്കാന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് ഒരു ഭഗവത്ഗീതനെയോ വേദങ്ങളെയോ ഒന്നും തള്ളി പറയേണ്ട ആവശ്യം ആലങ്കോടിനോ ബാക്കി പരിവാരങ്ങൾക്കോ ഇല്ല. സാക്ഷാൽ കൃഷ്ണൻ മഹാഭാരത യുദ്ധം നയിച്ച പോലെ 24 ഇലക്ഷനും നരേന്ദ്രമോദി തന്നെ നയിക്കും. വിജയം ഉറപ്പാണ്. നന്ദി.